നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. എൻ്റെ സഞ്ചാരക്കാഴ്ചകൾ എന്ന യാത്രാവിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ യൂറോപ്യൻ ടൂറിൻ്റെ ബാക്കി കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ബെൽജിയം. ബ്രസൽസിൽ മനൈക്കൻ പിസ് അഥവാ യൂറിനേറ്റിംഗ് സ്റ്റാച്യു ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസലിലെ ഏറ്റവും പ്രശസ്തമായും വിചിത്രമായും കാഴ്ചകളിലൊന്നാണ്. ചെറുതായിട്ടും ഇതിൻ്റെ സിംബോളിസവും ചരിത്രവും വളരെ പഴക്കമുള്ളതും ആഴമുള്ളതുമാണ്. ഒരു ചെറുപ്രായക്കാരനായ കുട്ടി നഗ്നരൂപത്തിൽ മൂത്രമൊഴിക്കുന്നത് പോലെ ജലധാര വിട്ടുകൊണ്ടിരിക്കുന്നു. വിഗ്രഹത്തിൻ്റെ ഉയരം ഏകദേശം 61 സെൻറ്റിമീറ്റർ മാത്രമാണ്. അതായത് കാഴ്ചയ്ക്ക് വളരെ ചെറിയൊരു ശില്പം. കാഞ്ചനത്തിൽ അഥവാ ബ്രോൺസിൽ നിർമ്മിതമായ ഈ ശില്പം 17-ാം നൂറ്റാണ്ടിൽ ഒരുക്കിയതാണെന്ന് കരുതപ്പെടുന്നു. ബ്രസൽസിൻ്റെ നഗരമധ്യത്തിൽ ആണ് ഈ ഗ്രാൻഡ് പാലസിനോടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മനൈക്കൻ പിസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല കഥകളും ചരിത്രങ്ങളും നിലകൊള്ളുന്നു. രക്ഷകൻ കുട്ടി എന്നൊരു തരത്തിലുള്ള കഥകൾ ഇതിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ശത്രുക്കൾ നഗരത്തിൽ ബോംബ് വെക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുഞ്ഞ് അതിൻ്റെ മുകളിൽ മൂത്രമൊഴിച്ച് തീ അണച്ചുവെന്നാണ് നഗരം രക്ഷിക്കപ്പെട്ടു എന്നാണ് ആ ഒരു തരത്തിൽ പറയുന്ന കഥ. ഒരിക്കലൊരു രാജകുമാരൻ കാണാതാവുകയും അദ്ദേഹത്തെ വെട്ടിപ്പിടിച്ചതിന് ശേഷം അതുണ്ടായ സന്തോഷത്തിൽ ജനങ്ങൾ ഈ ശില്പം നിർമ്മിച്ചെന്നും ഒക്കെയാണ് വേറൊരു കഥ. ബെൽജിയൻ നാട്ടുകാർക്ക് പ്രത്യേകമായ ഹാസ്യബോധവും വിമർശന ശൈലിയും ഉള്ളതിനാൽ ഇത്തരം വ്യത്യസ്ത ശില്പം ഒരു സ്വതന്ത്രതയുടെയും കാവൽക്കാരൻ്റെയും പ്രതീകം എന്നായും കണക്കാക്കപ്പെടുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേഷങ്ങൾ ഈ ശില്പത്തിന് ഇടവേളകളിൽ അണിയിച്ചിരിക്കുന്നു. 1000-ലധികം വസ്ത്രങ്ങൾ പ്രത്യേക ശേഖരം സൂക്ഷിച്ചിരിക്കുന്ന ഇതിൻ്റെ ഒരു പ്രദർശനം ഉള്ളൊരു മ്യൂസിയവുമുണ്ട് ഇവിടെ. മനൈക്കൻ പിസ് ബ്രസീലിൻ്റെ ഒരു അനൗപചാരിക സാംസ്കാരിക സ്വാതന്ത്ര്യത്തിൻ്റെ സിംബലും കൂടിയാണ്. ചെറുതായി എങ്കിലും സ്വതന്ത്ര ചിന്തയുടെ ഇടപെടലുകൾ പറയാനുള്ള വ്യക്തതയുടെ ഒരു പ്രതീകം കൂടിയാണ്. ഗ്രാൻഡ് പാലസ് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ഒരു ഹിസ്റ്റോറിക്കൽ സ്ക്വയറാണ്. റോയൽ പാലസ്, ബെൽജിയൻ കോമിക് സ്ട്രിപ്പ് സെൻറ്റർ തുടങ്ങിയവ ഒറ്റ ദിവസം കാണാവുന്ന ഇവിടെ അടുത്തുള്ള മറ്റ് സ്ഥലങ്ങൾ കൂടിയാണ്. ചെറിയ രൂപവും വലിയ പ്രസക്തിയുമുള്ള ഈ യൂറിനേറ്റിംഗ് സ്റ്റാച്യു ലോകം ആകെയുള്ള സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുകയും കുലുക്കി ചിരിപ്പിക്കുകയും ചെയ്യുന്നു. ഹാസ്യവും ചരിത്രവുമുള്ള വിചിത്രഭാവത്തിലുള്ള ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. ആംസ്റ്റർഡാം ആൻഡ് നെതർലൻഡ്സ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ട്യൂലിപ്പ് ഗാർഡനാണ്. ഇവിടുത്തെ കനാൽ ടൂറ്, വാൻ ഹോഗ് മ്യൂസിയം, ആൻ ഫ്രാങ്ക് ഹൗസ് എന്നിവയെല്ലാം വളരെ പ്രസിദ്ധമാണ്. എല്ലാ നിരത്തുകളിലും സൈക്ലിംഗ് സൗകര്യങ്ങളുണ്ട്. സ്വതന്ത്രതയുടെ സംസ്കാരം, മ്യൂസിയങ്ങൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ്. ലണ്ടൻ അഥവാ യുണൈറ്റഡ് കിങ്ഡം. ഞങ്ങൾ ഇവിടെ പ്രധാനമായും പോയത് ബിഗ് ബെൻ, ബക്കിംഗ്ഹാം പാലസ്, ടവർ ഓഫ് ലണ്ടൻ, ബ്രിട്ടീഷ് മ്യൂസിയം, ലണ്ടൻ ഐ എന്നിവിടങ്ങളിലൊക്കെയാണ്. ഇതിൻ്റെ ഓരോ വശങ്ങളും വിശദീകരിക്കാൻ നമുക്ക് അസാധ്യമാണ്. അത് കണ്ടു തന്നെ അത് മനസ്സിലാകുകയുള്ളൂ. അതിൻ്റെ ആസ്വാദ്യകരമായ കാഴ്ചകൾ നമുക്ക് ഏവർക്കും വളരെ കൗതുകം തരുന്ന ഒന്നാണ്. ബക്കിംഗ്ഹാം പാലസ് വിനോദസഞ്ചാരികളുടെ മനം മയക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുപോലെ ബ്രിട്ടീഷ് മ്യൂസിയം നടന്ന് വിശദമായി കാണണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അവിടുത്തെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ഒരിടം കൂടിയാണത്. ലണ്ടനയിൽ കയറി മുകളിൽ നിന്നുള്ള ലണ്ടൻ കാഴ്ചകൾ കാണാൻ മണിക്കൂറുകൾ ഞങ്ങൾക്ക് ക്യൂവിൽ തന്നെ നിൽക്കേണ്ടി വന്നു. എന്തായാലും ഓരോന്നും ഓരോ അത്ഭുത കാഴ്ചകൾ ആയിരുന്നു എന്ന് പറയാതെ വയ്യ. ആൽപ്സ്, സ്വിറ്റ്സർലൻഡ്. നല്ല കുളിരുള്ള പർവ്വതങ്ങളും അത്യുഗ്രൻ പ്രകൃതി ഭംഗിയുള്ള ഐസുമലകളും അതിലൂടെയുള്ള സാഹസിക വിനോദങ്ങളും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു. സ്കീയിങ്, ഹൈക്കിംഗ് തുടങ്ങിയ ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷങ്ങൾ എത്രയാണെന്നിപ്പോൾ പറയാൻ പറ്റുന്നില്ല. വളരെയധികം ആസ്വാദ്യകരമായ അനുഭവങ്ങളായിരുന്നു അവയെല്ലാം. പ്രധാന ആകർഷണങ്ങൾ ലൂസേൺ, സെർമാറ്റ്, ഇൻസ്ബ്രൂക്ക് എന്നീ കേന്ദ്രങ്ങളായിരുന്നു. വളരെ മനോഹാരിത നിറഞ്ഞ പ്രദേശങ്ങളാണ് ഇവയെല്ലാം. ഇവ യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇതിലെ ആദ്യ 2 സ്ഥലങ്ങൾ സ്വിറ്റ്സർലൻഡിലും അവസാനത്തേത് ഓസ്ട്രിയയിലുമാണ്. ലൂസൺ സ്വിറ്റ്സർലൻഡ് സെൻട്രൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായൊരു പട്ടണമാണിത്. പിലാറ്റ്സ് പർവ്വതവും
ലൂസൺ തടാകവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. സെർമാറ്റ് സ്വിറ്റ്സ് മാറ്റർഹോൺ എന്ന പ്രശസ്തമായ പർവ്വതത്തിൻ്റെ അടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇൻസ്ബ്രൂക്ക്, ഓസ്ട്രിയ, ടൈറോൾ പ്രവിശ്യയിലെ പ്രധാന നഗരമാണിത്. ആൽപ്സ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം വിനോദസഞ്ചാരത്തിനും ശീതകാല കായികങ്ങൾക്കും വളരെ പ്രശസ്തമാണ്. ഇത് സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ അതിർത്തികൾക്ക് അരികെയുള്ള പരിസരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ വഴി യാത്ര ചെയ്യാൻ വളരെ അനുയോജ്യമായ റൂട്ടുകളാണിതെല്ലാം. ഈ സ്ഥലങ്ങൾ വ്യത്യസ്ത താല്പര്യമുള്ളവർക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. കാണുവാനായിട്ടും അതിൻ്റെ പഠനങ്ങൾക്കായിട്ടുമെല്ലാം വളരെ അനുയോജ്യമായ സ്ഥലമാണ്. ചരിത്ര, കല, പ്രകൃതി, ആധുനിക നഗരജീവിതം, സാഹസികത എന്നിവയിൽ കൂടെ എല്ലാം നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പലതരം അനുഭവങ്ങൾ തരുന്നുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ കാഴ്ചകൾ നമ്മൾക്ക് വളരെ സന്തോഷപ്രദമായ അനുഭവങ്ങൾ തരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് വിവരണം ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.